രാത്രി നിർത്തിയെടുത്തു തന്നെ നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. സോ ടുഡേ ഇസ് ഫേവൽ. രാവിലെ തന്നെ എണീറ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്നുള്ള വ്യാമോഹമായിട്ട് കിടന്ന് ഞാൻ വളരെ നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ അതിന് സാധിച്ചില്ല. സോ വോയിസ് ഓവർ വളരെ ചുരുക്കിയോണ്ട് നമുക്ക് ഇന്നത്തെ വീട് തുടങ്ങാം. നാല് വർഷം മുന്നേ ഫ്രഷേഴ്സ് തന്നപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ അവർ ബാക്കിൽ, ഇപ്പൊ നമ്മൾ ബാക്കിൽ അവർ ഫ്രണ്ടിൽ. നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു പാട്ടോടെ അങ്ങോട്ട് തുടങ്ങാം. എന്താ എല്ലാരും റെഡി അല്ലേ? പരിപാടി അടിപൊളിയായിരുന്നു. ഞാൻ ഇനിയും ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ എല്ലാവരും ഈക്വലി എൻജോയ് ചെയ്തു. സത്യം. പക്ഷെ ഇനി ഐ ആം എക്സ്പെക്ടിങ് മോർ. ഇനിയുണ്ടല്ലോ സങ്കടം ആദ്യത്തെ ഒരു പാട്ടിലറിയാത്ത കാര്യം ഞാൻ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ രാവിലെ എല്ലാം തന്നെ ഫോർമൽ ഇവന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ഇവർക്കുള്ള മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ആയിരുന്നു. അതിനെല്ലാം ശേഷം നമ്മളാണെങ്കിൽ ഇവരൊന്ന് പോയ 2 മാംസിന്റെ വീഡിയോസ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ 2 ഫേവറേറ്റ് മാംസ് ആണ്. അതിലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ ഇൻവൈറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഇവർക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ഈ കണ്ട ഇമോഷണൽ സീനിന് ശേഷം നമ്മൾ ആ സർപ്രൈസ് അങ്ങോട്ട് പൊട്ടിച്ചു വിട്ടു. അറിയാണ്ട് ഞാനും അങ്ങ് കരഞ്ഞു പോയി. ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കോളേജിലേക്ക് വന്നായിരുന്നു. ഇനി ഫുൾ ഇൻഫോർമൽ പരിപാടി. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് പരിപാടി നടക്കുന്നിടത്തേക്ക്. അങ്ങനെ പാട്ടും കൂത്തും പരിപാടി എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന എനിക്കൊരു ചൂടേകാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു ചായ കുടിക്കാമെന്ന് കരുതി നേരെ ഫ്രണ്ടിലുള്ള ചായക്കടയിൽ പോയി ചായയും കുടിച്ചു. അങ്ങനെ 3-4 ദിവസം ക്ഷീണം തീർക്കാൻ വേണ്ടി മലന്ന് കിടന്ന് മേലോട്ട് തുപ്പണം. അതിന് നേരെ ഹോസ്റ്റലിലേക്ക്. ബൈ.